എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ചെറിയ ചിന്തയാണ്. ഒരിക്കലൊരു പാവപ്പെട്ട ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി തൻ്റെ എന്നും പുലർച്ചയ്ക്ക് രാവിലെ 3 മണിക്ക് ഒരു റാന്തലും പിടിച്ച് ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് ആ റോട്ടിലൂടെ വരുന്ന വാഹനത്തിലുള്ള ഡ്രൈവർമാരും അതിൻ്റെ ആളുകൾ മുഴുവൻ ചിരിക്കും, കളിയാക്കി ചിരിക്കും. അയ്യോ, ഇവൻ എന്താണ്, ഇവൻ ഈ രാവിലെ തന്നെ അവന് കണ്ണ് കാണത്തുമില്ല, പിന്നെ ഈ റാന്തലും പിടിച്ച് ഇവൻ നടക്കുന്നതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് യാതൊരു മറുപടിയും പറയാതെ ഇയാൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഡ്രൈവർ മാത്രം പറയും, എന്തായാലും ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം, കുറേ നാളായല്ലോ നമ്മളിത് കാണുന്നു. അങ്ങനെ അയാൾ അടുത്തെത്തിയ സമയത്ത് ഈ ഡ്രൈവർ ചോദിക്കും, അല്ല, താങ്കൾക്ക് കണ്ണ് കാണില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ വെളിച്ചമുള്ള റാന്തലും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇയാൾ പറയുവാണ്, അതെ, അതായത് എനിക്ക് കണ്ണ് കാണില്ല എന്ന് മറ്റാരേക്കാൾ കൂടുതലും എനിക്കറിയാം, പക്ഷേ അത് താങ്കൾക്കറിയില്ലല്ലോ. ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എന്നെ കാണുന്നതിനും എൻ്റെ ജീവൻ അപകടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഈ റാന്തൽ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് കേട്ട് ഇയാൾ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഇയാൾ മറ്റുള്ളവരോട് പറയുകയും മറ്റുള്ളവരും പിന്നീട് ഇയാളെ കളിയാക്കാതിരിക്കുകയും ചെയ്തു. കാരണം നമ്മൾ ആരെയും നോക്കിക്കൊണ്ട് നമ്മൾ ആരെയും ഒരാളെ നോക്കി അയാൾ ഇങ്ങനെയായിരിക്കും, അയാൾ അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അയാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ചിന്ത, അത് ആദ്യം നിർത്തണം. കാരണം നമുക്ക് ഒരിക്കലും മറ്റൊരാളെ നമ്മൾ പ്രെജുഡീസ് മൈൻഡ് എന്ന് പറയും, അതായത് മുൻപേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അയാളെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടുണ്ടാകുന്ന ഈ ചിന്തകളാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നേരിട്ട് ഒരാളോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നമുക്കാവണം. അപ്പോൾ തന്നെ അതവിടെ അവസാനിക്കുകയും ചെയ്യും. കാരണം ഇയാൾ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ്, അതായത് മറ്റുള്ളവർക്ക് എന്നെ കാണില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? കാരണം വെളിച്ചമില്ലെങ്കിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ വെളിച്ചമില്ലെങ്കിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇയാൾ നടക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആരെയും കളിയാക്കുകയോ നമ്മൾ ആരെയും ചിരിച്ച് അവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിയാക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മനുഷ്യനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിന് ക്ഷമ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക്